അമേരിക്കയുടെ അമരത്തേക്കാര് ഇന്ത്യൻ വംശജ കമലാ ഹാരിസ്. വീണ്ടും എത്തുമോ ഡൊണാൾഡ് ട്രംപ്? അമേരിക്ക ചിന്തിക്കുന്നത് എന്ത്? അമേരിക്കയുടെ ഭരണമാറ്റം ലോകത്ത് എന്തു മാറ്റമുണ്ടാക്കും? അമേരിക്കയിൽ നിന്നും ഡോക്ടർ സജിമോൻ ആന്റണിയുടെ റിപ്പോർട്ടുകളും തത്സമയ അപ്ഡേറ്റുകളും. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമഗ്ര കവറേജ്. US കമാൻഡർ. ന്യൂസ് 18 മലയാളിയുടെ ദേശീയ ചാനൽ. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നാളെ. അഭിപ്രായ സർവേകളിൽ ഡൊണാൾഡ് ട്രംപും കമലാ ഹാരിസും ഇഞ്ചോടിഞ്ചാണ്. നിർണായകമായ 7 സ്വിംഗ് സ്റ്റേറ്റുകളിലെ വിധിയാണ് പ്രധാനം. ഇനി മണിക്കൂറുകൾ മാത്രമാണ് വിധി അറിയാൻ ബാക്കിയുള്ളത്. KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അഭിലാഷ്, ഈ സ്വിംഗ് സ്റ്റേറ്റ്സ് ആണ് ഒപ്പം ഈ പറഞ്ഞതുപോലെ വിധി നിർണ്ണയിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇവിടെ ട്രംപിന് നേരിയ ഭൂരിപക്ഷമുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ പ്രവചന അതീതമാണ്. എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, ട്രെൻഡും? രഞ്ജിത്ത്, ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഇനി ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇന്ന് നവംബർ 4 ഉച്ചയ്ക്ക് സമയം 1:45 എങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നവംബർ 4 പുലരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇതുവരെയുള്ള ഫലങ്ങൾ, സർവേ ഫലങ്ങൾ എല്ലാം ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയിൽ 24 കോടി വോട്ടർമാർ ആണ് ഉള്ളത്. ഇതിൽ 8 കോടിയോളം വോട്ടർമാർ ഇതിനോടകം തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. സാധാരണ നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 65 മുതൽ 66% വരെയാണ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്താറുള്ളത്. അങ്ങനെയെങ്കിൽ ആ പോളിംഗ് ശതമാനത്തിന്റെ 40% പേർ ഇതിനോടകം തന്നെ വിധി എഴുതിയിട്ടുണ്ട്. അതാണ് ഇനിയുള്ള മണിക്കൂറുകളെ നിർണായകമാക്കുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ചാഞ്ചാട്ട സംസ്ഥാനങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്. ഈ ചാഞ്ചാട്ട സംസ്ഥാനങ്ങളിൽ 93 ഇലക്ടറൽ കോളേജ് വോട്ടുകൾ ആണ് ഉള്ളത്. ഈ വോട്ടുകൾ ഉറപ്പിക്കുന്ന ആൾക്ക് അടുത്ത അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ സാധിക്കും എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തുന്നത്. അതായത് ഇപ്പോൾ വോട്ടെടുപ്പ് ഈ ഏർലി വോട്ടിംഗ് നടന്നിട്ടുള്ള പ്രദേശങ്ങളിലെ അടക്കമുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ അവിടെ കമലാ ഹാരിസും ട്രംപും തമ്മിൽ ഇഞ്ചോടിഞ്ച് തന്നെ പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ്. ഒരു സർവേകളും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് കൃത്യമായ ഭൂരിപക്ഷം പറയുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ജോർജിയ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അവിടെ നമുക്കറിയാം ഈ കറുത്ത വർഗ്ഗക്കാർക്ക് വലിയ സ്വാധീനം ഉള്ള സംസ്ഥാനമാണ്. അത്തരം സംസ്ഥാനങ്ങൾ, അരിസോണ പോലെയുള്ള കുടിയേറ്റ വിഷയങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന, മെക്സിക്കോ അതിർത്തി പങ്കുവയ്ക്കുന്ന അരിസോണ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അടക്കം ഇരുപക്ഷവും ഒരുപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ യുദ്ധസമയത്ത്, അതായത് ഗാസയിലെ യുദ്ധസമയത്ത് ആണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നത് തന്നെയാണ്. അവിടെയാണ് മിഷിഗൺ പോലെയുള്ള സംസ്ഥാനങ്ങൾ ഈ വോട്ടെടുപ്പിൽ നിർണായകമാകുന്നത്. എന്തായാലും ഒരു ദിവസം എന്ന് പറയുമ്പോൾ നാളെ രാത്രിയോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വോട്ടെടുപ്പ് പ്രക്രിയയിലേക്ക് അമേരിക്ക കടക്കുന്നു എന്ന് വിലയിരുത്താൻ സാധിക്കുള്ളൂ. മറ്റന്നാൾ ആയിരിക്കും ഇന്ത്യയിൽ ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുക. എന്തായാലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളെല്ലാം സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് വോട്ടെടുപ്പ് പൂർത്തിയായാൽ മണിക്കൂറുകൾക്കകം തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ ഫലം അറിയാൻ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും. ഫിലാഡൽഫിയയിൽ ഉൾപ്പെടെയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ഉള്ളത്. ഇവിടെയാണ് ഏറ്റവും കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് വോട്ടെണ്ണലിന്റെ മണിക്കൂറുകളിൽ വലിയ തോതിലുള്ള സംഘർഷത്തിന് സാധ്യതയുണ്ട് എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിട്ടുള്ളത്. കലാപ സമാനമായ സാഹചര്യത്തെ അടക്കം നേരിടുന്നതിന് സുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറെടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയണം. ഒപ്പം മുൾവേലികൾ അടക്കം തീർത്തുകൊണ്ടാണ് ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന് ഡിട്രോയിറ്റ്, അറ്റ്ലാന്റ പോലെയുള്ള സ്ഥലങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ്. അവിടെ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുകൾ ഘടിപ്പിച്ച, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിലടക്കം ട്രംപിന് നേരെയൊക്കെ ആക്രമണം നടന്ന, വെടിവെപ്പുണ്ടായ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് ഡിജിറ്റൽ അറ്റാക്കിംഗ് വരെ നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജയായ കമലാ ഹാരിസ് അധികാരത്തിൽ വരുമോ, അതെയോ ട്രംപിന് ഒരു വട്ടം കൂടി അമേരിക്കൻ ജനത ഊഴം നൽകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് എല്ലാവരും. അഭിലാഷ് വിവരങ്ങൾ പങ്കുവച്ചു.